അടുത്തത് മന്ത്രിസഭയിലെ സ്ത്രീ പ്രാതിനിധ്യമാണ് ബിന്ദു കൃഷ്ണ. ഇത്തവണ കൊല്ലത്ത് നിന്നും ജയിച്ചു കയറിയ വ്യക്തിത്വമാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. കൊല്ലം ജില്ലയിൽ നിന്നും ജയിച്ചു കയറുന്ന ബിന്ദു കൃഷ്ണ ഇത്തവണ മന്ത്രിസഭയിലേക്ക് വരുന്നു. ഒരു വനിതാ പ്രാതിനിധ്യം UDFന്റെ കരുത്തയായിട്ടുള്ള നേതാവാണ്, സ്ത്രീ നേതാവാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയൊക്കെ ബിന്ദു കൃഷ്ണ ആശ്ലേഷിക്കുന്നു. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ബിന്ദു കൃഷ്ണ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ഇത്തവണ കൊല്ലത്ത് നിന്നാണ് ബിന്ദു കൃഷ്ണ ജയിച്ചു കയറുന്നത്. ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ബിന്ദു കൃഷ്ണ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ബിന്ദു കൃഷ്ണ കൊല്ലം കീഴടക്കിയ ബിന്ദു കൃഷ്ണ കഴിഞ്ഞ 10 വർഷം കൊല്ലംകാർക്കൊപ്പം സമരമുഖത്ത് സജീവമായിരുന്നു ബിന്ദു കൃഷ്ണ. പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ഒരു പുഞ്ചിരിയോടുകൂടി എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് ബിന്ദു കൃഷ്ണ. ബിന്ദു കൃഷ്ണ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, അല്ലെ കുറെ വർഷങ്ങളായിട്ട് കൊല്ലം നഗരത്തിൽ സമരം നയിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജനകീയ വിഷയങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട്, അതിനാൽ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ബിന്ദു കൃഷ്ണയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. 52ാമത്തെ വയസ്സിൽ മന്ത്രിസ്ഥാനം തേടിയെത്തുന്നു. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് ബിന്ദു കൃഷ്ണയ്ക്ക് പരാജയപ്പെടേണ്ടി വന്നത്. പക്ഷേ ഇത്തവണ ഏകദേശം 16,000-ഓളം വോട്ടുകൾക്കാണ് ബിന്ദു കൃഷ്ണ കൊല്ലത്തിന് ജനപ്രതിനിധിയായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ജയിച്ചാൽ ഇത്തവണ മന്ത്രിയാകും എന്ന ജനങ്ങൾക്കിടയിൽ സംസാരം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. പലതവണ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ കന്നി വിജയത്തിൽ തന്നെ മന്ത്രിയായി കരുത്തോടെ ബിന്ദു കൃഷ്ണ കോൺഗ്രസിന്റെ വനിതാ പ്രാതിനിധ്യം അവിടേക്ക് വരുന്നു, മന്ത്രിസഭയിലേക്ക് വരുന്നു.